ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും കഴിഞ്ഞു. സീറോ ഡ്രാമ ഓർ എന്താ പറയുക, സെന്റിമെന്റ്സ് ഇറക്കിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വോട്ട് പിടിക്കാനുള്ള പരിപാടിയൊന്നും ചെയ്തില്ല. കിട്ടിയ ടോപ്പിക്സ് അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സാണ് കിട്ടിയത്. അതിനെക്കുറിച്ച് വളരെ മാന്യമായിട്ട് സംസാരിച്ചു പോയി. നന്നായി. ഈ ഒരു സീസണിൽ ഈ ഒരു ലെവലിൽ സ്റ്റോറി പറഞ്ഞു പോകുന്നൊരു സംവിധാനം കൊള്ളാം. ഒരുപാട് പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിക്കാതെ ജസ്റ്റ് വേണ്ടത് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത് വളരെ നന്നായി. അല്ലാതെ പേഴ്സണൽ ലൈഫിലോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ രേണുസുധിയും സീരിയസ്ലി ഞാനും പ്രതീക്ഷിച്ചു വന്നിരുന്ന് കുറച്ച് ഡ്രാമയൊക്കെ ഇറക്കും, അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി സിമ്പതിക്ക് വേണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ജസ്റ്റ് അവരുടെ സ്റ്റോറീസ് പറഞ്ഞു പോയി. ശാരികയായിരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒണിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സാബു ആണെങ്കിലും. സാബു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. സോ കൊള്ളാം, വലിയ കുഴപ്പമില്ലാതെ പോയി. ഒരുപാട് ബോറടിപ്പിക്കാതെ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളവരുടെയും ഉണ്ട്. ഇന്നിപ്പോൾ 3 പേരായിരിക്കും പറയുക. അവർ 3 പേര് ഒനിയൽ സാബു, അതുപോലെ രേണു സുധി, ശാരിക. അവർ കഴിഞ്ഞാൽ പിന്നെ ഇനി നാളെ ആയിരിക്കും ഇത് തുടരുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.